ഇനി മൂന്നാമത്തെ ഈ സ്വഭാവം. ഒരാൾക്ക് നല്ല വിവരമുണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷേ അയാളുടെ സ്വഭാവം തീരെ ശരിയില്ല. നാട്ടുകാരും വീട്ടുകാരും വെറുക്കും. അയാൾ വരുമ്പോൾ തന്നെ അല്ല ഇന്ന് അയാൾ മീറ്റിങ്ങിന് ഉണ്ടല്ലേ, അയാൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വിളിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്വഭാവം നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും സ്വഭാവത്തെ നമ്മൾ ശരിപ്പെടുത്തും. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഈ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ചൂടാകുമ്പോൾ എല്ലാം ഇവിടെ വലിയ ഉസ്താമാരൊക്കെ നേതാക്കൾ നീ എന്ത് ഭയങ്കര ചൂടാണല്ലോ, എൻ്റെ സ്വഭാവം അങ്ങനെ പോയി, ഞാൻ ജന്മനാ അങ്ങനെയാണ്. അങ്ങനെ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എന്ത് ജന്മനാ വൃത്തികെട്ട സ്വഭാവം ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഹസ്സനു അഖ്ലാഖക്കും, നമ്മുടെ സ്വഭാവങ്ങൾ ശരിപ്പെടുത്തണം. ഈ ഹദീസിനെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അടിപൊളിയായി വിശദീകരിക്കുന്നുണ്ട്. എത്ര ജന്മനാ വൃത്തികെട്ട സ്വഭാവമാണെങ്കിലും ശരിപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ഈ ഹദീസ് തെളിവാണ്. കാരണം ഇസ്ലാമിൽ ഇമ്പോസിബിൾ ആയ ഒരു കാര്യം കൊണ്ട്, മുഹാലായ ഒരു കാര്യം കൊണ്ട് കീർത്തനം ഉണ്ടാവില്ല. നമ്മുടെ സ്വഭാവം ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എത്ര മോശം സ്വഭാവം ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കാട്ടാന അതിൻ്റെ കാലിന് ചങ്ങലയൊക്കെ ഇട്ടതിന് ശേഷം വല്ലാതെ കാല് വലിക്കൂല. കാരണം അതിൻ്റെ കാല് വലിക്കുന്നതോറും അതിന് പഴുപ്പ് വരും, വേദന വരും. അതുകൊണ്ട് ഒന്ന് അച്ചടക്കത്തിലേക്ക് വന്ന് ഒരു പതിയൊക്കെ കയറി അതിൻ്റെ തളച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ആ കാട്ടാനൻ്റെ കാലിലുള്ള ചങ്ങല കൂരിയെടുത്ത് കയറ് കെട്ടി കൊടുത്താൽ അത് വലിക്കൂല. കാരണം ഇപ്പോഴും എൻ്റെ കാലിന് ചങ്ങലാന്ന മൂപ്പരുടെ വിചാരം. ഒരു പാപ്പാനാകെ അതിൻ്റെ തുമ്പിക്കയുടെ പകുതി ഉണ്ടാവുള്ളൂ, ചെറുത്. അയാൾ ഇങ്ങനെ പറയുമ്പോൾ ആന എഴുന്നേൽക്കും, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും ചെയ്യും. ആന ശരിയാവുന്നുണ്ടല്ലോ, കാട്ടാന നാട്ടാനയാവുന്നു. പുലി, സിംഹം, കടുവ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കടിച്ചു കയറുന്ന ജീവികളാണെങ്കിൽ തന്നെയും പരിശീലിപ്പിച്ച് സർക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വളയം അതിൻ്റെ ഉള്ളിലൂടെ ജമ്പ് ചെയ്യുന്നു, സൈക്കിൾ ഓടിക്കുന്നു. കണ്ടോ, വാവാ സുരേഷ് പാമ്പിനെ നല്ലാകുന്നുണ്ടല്ലോ. അപ്പോൾ ആന നന്നായി, പാമ്പ് നന്നായി, കടുവ നന്നായി, പുലി നന്നായി, സിംഹം നന്നായി. ഇനി ആകെ നമ്മളെ ബാക്കിയുള്ളൂ. അതാണ് ഖുർആൻ ജീവികളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തതിന് ശേഷം ഉടനെ പറഞ്ഞത് ഇന്നൽ ഇൻസാന ലി ലകനൂദ്. മനുഷ്യന്മാരെന്ത് ഇങ്ങനെ? ഇതെവിടെയാണ് ഖുർആൻ കൊണ്ടുവരുന്നത് അറിയും? അതിരാവിലെ യുദ്ധത്തിന് പോകുന്ന കുതിരയെ തന്നെ സത്യം, കുളമ്പുകൾ പാറക്കിടിക്കുന്നു, യുദ്ധമുഖത്തേക്ക് എത്തുന്നു, ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതൊന്നും വകവെക്കാതെ ഇന്നലെ പാതിരാ കുറഞ്ഞതാണെങ്കിലും ഇന്ന് യജമാനൻ പറയുന്നതിനനുസരിച്ച് നേരത്തെ എഴുന്നേറ്റ് പടക്കളത്തിലേക്ക് പുറപ്പെടുന്നു. ഈ കുതിരകളെ സത്യം ചെയ്തതിന് ശേഷമാണ് ഖുർആൻ പറഞ്ഞത്. യജമാനൻ പറയുന്നത് കുതിര സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, യജമാനായ ഞാൻ പറഞ്ഞത് മനുഷ്യന്മാർ സ്വീകരിക്കാത്തത്. വളരെ മനോഹരമായിട്ടാണ് ഖുർആൻ ആയത്ത് അവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഹുസ്നുൽ ഖുൽഖി നിസ്ഫുദ്ദീൻ എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദേശം തേടി വന്ന കുറേ ഹദീസുകളിൽ നബി തങ്ങൾ ഈ സൽസ്വഭാവം ആഡ് ചെയ്യുന്നുണ്ടാവും. നബിയെ അധിക പേര് എങ്ങനെ സ്വർഗ്ഗത്തിലെത്തും? അതിന് മറുപടി തഖ്വല്ലാഹ് ഹുസ്നുൽ ഖുൽഖ്. നബി എന്നെ ഒന്ന് ഉപദേശിക്കാവോ? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇതെന്തിനാ രണ്ടും ഒന്നിച്ച് പറയണത്? അത് കുറേ ആൾക്ക് നല്ല ഇബാദത്തുണ്ടാവും, പക്ഷേ പേരും ചൂടനായിരിക്കും. ഞാൻ മദ്രസൻ്റെ വരാന്തയിലൂടെ നടന്നാൽ പിള്ളേർ മുട്ട് വറക്കുന്നൊക്കെ മൂപ്പരെന്നെ ഡയലോഗ് അടിക്കുകയും ചെയ്യും. പക്ഷേ അത് ഞാനൊക്കെ വീട്ടിൽ കയറിയാൽ ഭാര്യക്കും മക്കൾക്കെല്ലാം മരണപ്പേടിയാണ്. ഒരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ. പെരുമ്പാമ്പ് കയറണ്ട, ഒരു ചേര കയറി അത്ര ഭയങ്കര പേടിയായിരിക്കും. നമ്മൾ തിരിച്ചാലോചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ കയറി എങ്ങനെയായിരിക്കും? മക്കം ഫത്തഹിൻ്റെ അന്ന് കുറേ കൂടി വളരെ പ്രൗഢിയിൽ വരേണ്ട ഒരു യാത്രയാണ് മക്കം ഫത്ത്. ജയിച്ചു കയറിയ ഒരു രാജാവിൻ്റെ ഫീലിങ്ങിലാണ് അന്ന് വരേണ്ടിയിരുന്നത്. അന്ന് ഞങ്ങൾ വരുമ്പോൾ 4 കുട്ടികൾ അപ്പുറത്തൊക്കെ തൂങ്ങി പിടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അവിടുത്തെ മടിയിൽ 6 കുട്ടികൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 6 കുട്ടികളും സ്വന്തം മക്കളല്ല. നിങ്ങൾ ആലോചിക്കും. കുട്ടികൾ ഷോൾഡറിൽ കയറി കളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സ്വഹാബിമാർ പറയും നല്ല വണ്ടിയാണല്ലോ കുട്ടികൾക്ക് കിട്ടിയേക്കുന്നത്. അന്നേരം തിരിച്ച് റസൂൽ പറയുന്നത് എന്താ? വണ്ടി മാത്രമൊന്നുമല്ല, സൂപ്പർ ഡ്രൈവറും കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ കൂടി നമ്മൾ എല്ലാവരുടെയും സ്വഭാവത്തെ ശരിപ്പെടുത്തിയാൽ തന്നെ അക്മലുൽ മുഅ്മിനീന ഈമാന എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക്